സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു. അതിപ്പോഴും ചാനലിൽ അവൈലബിൾ ആണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകളുമായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇത്. അപ്പോൾ അതിൽ ആദ്യം മേജർ റിസർവേഷൻസ് എന്താണെന്ന് പറയാം. ഈ മേജർ റിസർവേഷൻസിൽ ടോട്ടൽ സീറ്റിൻ്റെ 50% സ്റ്റേറ്റ് മെറിറ്റാണ്. അതായത് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുമ്പോൾ മെറിറ്റ് മാത്രം നോക്കിയിട്ട്, അത് ഏത് കമ്മ്യൂണിറ്റിയും ആയിക്കോട്ടെ മെറിറ്റ് മാത്രം നോക്കി കൊടുക്കുന്നതാണ് സ്റ്റേറ്റ് മെറിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10% സീറ്റ് EWS, ഇക്കണോമിക്കലി വീക്ക് സെക്ഷൻ, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർക്കുള്ള റിസർവേഷനാണ് EWS എന്ന് ഉദ്ദേശിക്കുന്നത്. അത് 10%. അവർ ചെയ്യേണ്ടത്, നിങ്ങളൊരു EWS സർട്ടിഫിക്കറ്റ് വാങ്ങണം. എവിടുന്ന് വാങ്ങണം? വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങണം. താലൂക്കിൽ നിന്ന് വാങ്ങിയ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ വില്ലേജിൽ നിന്ന് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കണം. അതാണ് അപ്ലിക്കേഷൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനിയുള്ളത് SEBC, അതായത് സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് 30% സീറ്റ് റിസർവേഷൻ ഉണ്ട്. അതിൽ ആർക്കൊക്കെയാണെന്ന് നോക്കിയാൽ ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഒരു 9% റിസർവേഷൻ ഉണ്ട്, മുസ്ലിം കാറ്റഗറിക്ക് 8% റിസർവേഷൻ ഉണ്ട്, ബാക്ക്വേർഡ് ഹിന്ദു 3%, ലാറ്റിൻ കാറ്റഗറി 3%, ധീവര കാറ്റഗറി 2%, വിശ്വകർമ്മ 2%, അതുപോലെ കുശവൻ കാറ്റഗറി 1%, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, കുടുംബി കാറ്റഗറി 1%. ഇത്രയും കാറ്റഗറി SEBCയിൽ വരുന്നതാണ്. ഇവരൊക്കെ എന്ത് ചെയ്യണം? ഇവരൊക്കെ വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങി അപ്ലോഡ് ചെയ്യണം. ഇത്രയും ഗ്രൂപ്പ് ചെയ്യേണ്ടത് NCL സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് വാങ്ങുക. അതെങ്ങനെയായിരിക്കണം? സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതായിരിക്കണം. ഇവിടെ പോയി താലൂക്കിലെ സർട്ടിഫിക്കറ്റ് എടുക്കരുത്, വില്ലേജിലേതേ എടുക്കാവൂ, മറക്കരുത്. ഇനി അടുത്ത കാറ്റഗറി ആരാണ്? SC കാൻഡിഡേറ്റിന് 8% സീറ്റ് റിസർവേഷൻ ഉണ്ട്, ST കാൻഡിഡേറ്റിന് 2% റിസർവേഷൻ ഉണ്ട്. ഈ രണ്ട് കൂട്ടരും ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുക. ഇത് എവിടുന്നാണ്? തഹസിൽദാറോടാണ് വാങ്ങേണ്ടത്, താലൂക്കിൽ നിന്നാണ്. ഇത് വില്ലേജിൽ നിന്നല്ല, താലൂക്കിൽ നിന്നാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ മേജർ റിസർവേഷനിൽ താലൂക്കിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടവർ ഈ SC ST കമ്മ്യൂണിറ്റി മാത്രമാണ്. ബാക്കി എല്ലാവരും സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഓക്കെ. ഇനി ചില കാറ്റഗറി നോൺ ക്രിമിനലിലൊന്നും വരാത്ത മൈനോറിറ്റിക്കും പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീസ് ആനുകൂല്യം പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം? ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി അതിൻ്റെ കൂടെ വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ NCL എടുക്കുന്നവർ ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന് നിർബന്ധമില്ല, അതിൽ ആവശ്യമില്ല. ബാക്കിയൊക്കെ ഈ SC ST കാൻഡിഡേറ്റിനും ഇൻകം വേണ്ട. ഇനിയിപ്പോൾ ഇതിൽ ഈ സ്റ്റേറ്റ് മെറിറ്റിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ NCL കിട്ടാത്തവർക്ക്, അതായത് ഇപ്പോൾ ഒരു മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടി NCL കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കാം. അതേപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽപ്പെട്ട ഒരു കുട്ടി ഫോർവേഡ് കാസ്റ്റിൽ അല്ലെങ്കിൽ EWS കിട്ടിയിട്ടില്ല, ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കാം. ഓക്കെ, അതൊരു ഫീസ് ആനുകൂല്യത്തിന് മാത്രമാണ്, സീറ്റ് റിസർവേഷൻ ഇല്ല. ഇതൊക്കെ സീറ്റ് റിസർവേഷൻ ആണ്. ഓക്കെ. ഇനി ഒരുപാട് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപ് നോമിനി, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ മേജർ കാറ്റഗറി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതല്ലാത്ത റിസർവേഷൻ പ്രതീക്ഷിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു വാട്സപ്പിൽ മെസ്സേജ് തരികയാണെങ്കിൽ അവർക്കുള്ള ഡീറ്റെയിൽ എത്തിക്കാം. കാരണം ഇത് ഒരുപാട് ലോങ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മജോറിറ്റി ആൾക്കാരും ആവശ്യപ്പെടുന്ന ഒരു സാധനം ഇതായതുകൊണ്ട് അതിൻ്റെ മാത്രം ഒരു ഡീറ്റെയിൽ പറഞ്ഞു. ഇതിൽ ആദ്യത്തേത് ഈ എക്സ് സർവീസ്മാൻ കോട്ട. എക്സ് സർവീസ്മാന്, അതേപോലെ ഡിഫൻസ് ഗിൽഡ്, അതായത് നിലവിൽ സർവീസിൽ ഉള്ളവർ, സർവീസ് ഡിഫൻസ് എന്ന് പറയുന്ന കാറ്റഗറി. അതായത് അത് കുറേ ഫോഴ്സസിൽ വലുതാണ്. അപ്പോൾ ആ ഫോഴ്സസിലൊക്കെ നിലവിൽ സർവീസ് ചെയ്യുന്നവർ, അതേപോലെ റിട്ടയർ ആയവർ, അതുപോലെ യുദ്ധത്തിലും മറ്റും മരണപ്പെട്ടവർ, അങ്ങനെ അതിലൊക്കെ സെപ്പറേറ്റ് റിസർവേഷൻ ഉണ്ട്. ഇവർക്കൊക്കെ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അനക്സറിൽ ഫോമുണ്ട്. ഈ പ്രോസ്പെക്ടസിൽ നിങ്ങൾ അക്ഷയയിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നാൽ അവർ ആ പ്രോസ്പെക്ടസിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലെയിമിൻ്റെ അനക്സർ എടുത്ത് തരും. അത് ഫില്ല് ചെയ്തിട്ട് അവരുടെ കൺസേൺ അതോറിറ്റിയിൽ നിന്ന് സിഗ്നേച്ചർ വാങ്ങിയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർക്കൊക്കെ സെപ്പറേറ്റ് ഫോമാറ്റ് പ്രോസ്പെക്ടസിലുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അതൊരു സർട്ടിഫിക്കറ്റ് ആണ്. അത് ജസ്റ്റ് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഫില്ല് ചെയ്ത് വാങ്ങുക. ഓക്കെ. ഇനി ജൂത കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ താലൂക്കിൽ നിന്ന് കിട്ടുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഓക്കെ. അതേപോലെ ഡിഗ്രി ഹോൾഡേഴ്സ്, എന്തിൻ്റെ ഡിഗ്രിയാണെന്ന് നോക്കുക. MBBS കഴിഞ്ഞവർ, BHMS കഴിഞ്ഞവർ, BAMS കഴിഞ്ഞവർ, അങ്ങനെയുള്ള ഡിഗ്രി ഹോൾഡേഴ്സ്. അങ്ങനെ ഡിഗ്രി ഹോൾഡേഴ്സിന് മറ്റ് സ്ട്രീമുകളിലേക്ക്, ഇപ്പോൾ ആയുർവേദത്തിലും ഹോമിയോയിലും ഒക്കെ ഉള്ള കുട്ടികൾക്ക് MBBSന് സീറ്റ് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക? അവരൊക്കെ അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ അതർ ഡോക്യുമെന്റ് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റുകളും അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകളെല്ലാം എന്ത് ചെയ്യുക? അപ്ലോഡ് ചെയ്യണം. ഓക്കെ. ഇനി നേഴ്സസ് കോട്ട.
ഇപ്പോൾ അലോപ്പതി നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് MBBS-നും അതേപോലെ ഹോമിയോ നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് BHMS-നും ഒക്കെ സീറ്റ് റിസർവേഷൻ ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യണം? സർവീസ് സർട്ടിഫിക്കറ്റ് എടുക്കുക അവരുടെ കൺസേൺ അതോറിറ്റിയിൽ നിന്ന്. ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ്, ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ ലാസ്റ്റ് അനക്സർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലെയിമും അല്ലെങ്കിൽ എല്ലാ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഓരോരോ സർട്ടിഫിക്കറ്റുകളുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഫില്ല് ചെയ്യുക. ഇനി അഗ്രികൾച്ചറിസ്റ്റിൻ്റെ, അതായത് കൃഷിക്കാരുടെ മക്കൾ, ഫിഷർമാൻ്റെ മക്കൾ, അവർക്കൊക്കെയുള്ള റിസർവേഷൻ്റെ ഫോർമാറ്റും അനക്സറിലുണ്ട്. അത് അവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ വരുന്നവർ, ഇവർക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്പോർട്സ് കോട്ട, ഈ സ്പോർട്സ് കോട്ട ഉള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത്, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്പോർട്സ് കോട്ട മെൻഷൻ ചെയ്യണം. എന്നിട്ട് അപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ പേജ് കിട്ടുമല്ലോ, ആ കൺഫർമേഷൻ പേജിൻ്റെ കോപ്പി എടുക്കുക. പ്ലസ് നിങ്ങളുടെ ഇപ്പോൾ സ്പോർട്സ് കോട്ടയാണെങ്കിൽ നിങ്ങളുടെ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ വെച്ച് സ്പോർട്സ് അതോറിറ്റിക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി ആ സ്പോർട്സ് അതോറിറ്റിക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഡോക്യുമെന്റ് വെച്ചിട്ട് അവരാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എടുക്കുക. ഓക്കെ, അവരത് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ NCCയുടെ റിസർവേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളും എന്ത് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ കോപ്പി എടുക്കുക, നിങ്ങളുടെ NCCയുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ യൂണിറ്റ് ഓഫീസിൽ എത്തിച്ചു കൊടുക്കുക. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ശ്രദ്ധിക്കുക, നോ ഡോക്യുമെന്റ്സ് റിക്വയർഡ്. അവർക്കൊരു ഡോക്യുമെന്റിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഫിസിക്കൽ ഡിസബിലിറ്റി, അപ്പോൾ ഈ പറഞ്ഞവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യുമ്പം അവർക്ക് ഇപ്പോൾ ഈ റിസർവേഷൻ ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ബാധകമാണെങ്കിൽ ആ റിസർവേഷൻ ഒപ്റ്റ് ചെയ്യണം. അങ്ങനെ റിസർവേഷൻ ഒപ്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഒപ്റ്റ് ചെയ്യുക. നിങ്ങളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പകരം നിങ്ങൾക്കൊരു വേരിഫിക്കേഷൻ ഉണ്ടാവും. അതായത് ഫിസിക്കൽ ഡിസബിലിറ്റി ഒപ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ പല മെഡിക്കൽ കോളേജിലായിട്ട് അവരൊരു ഡേറ്റ് നമുക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ളൊരു മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അവരൊരു ഡേറ്റ് തരും. ഇന്ന ദിവസം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരിക്കും, ഇന്ന ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരിക്കും. അങ്ങനെ ഒരു ഡേറ്റ് ഷെഡ്യൂൾ പിന്നീട് തരുമ്പോൾ നിങ്ങൾ ആ ബോർഡിന് മുമ്പിൽ ഹാജരാവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഡോക്യുമെന്റ് വേണ്ട, വെരിഫിക്കേഷൻ പോയാൽ മതി. ഇനി അതേപോലെ ഇന്റർകാസ്റ്റ് മാരീഡ്, അത് നമ്മൾ ഈ പറഞ്ഞ SCBC കാറ്റഗറി, ഈ പറഞ്ഞ മുസ്ലിം അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഹിന്ദു, ഈഴവ, ലാറ്റിൻ, അങ്ങനെ ഈ SCBC കാറ്റഗറിയിൽപ്പെട്ട പേരൻസിൽ ആരെങ്കിലും ഒരാളോ രണ്ടുപേരോ SCBCയിലാണെങ്കിൽ നിങ്ങൾക്ക് അനക്സറിലുള്ള SCBCയുടെ ഇന്റർകാസ്റ്റ് മാരേജിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് വില്ലേജ് ഓഫീസിൽ നിന്ന് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇനി ഈ പറഞ്ഞ ഇന്റർകാസ്റ്റ് മാരേജിൽ ഒരു പേരന്റ് SC അല്ലെങ്കിൽ ST ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഇത് ഇന്റർകാസ്റ്റ് വരുമ്പോൾ SC കാൻഡിഡേറ്റ് പേരൻസിൽ ഒരാൾ SCയോ STയോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ അനക്സർ, അതായത് ഇതേപോലെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ആ കാറ്റഗറിയുടെ, അതായത് ഇന്റർകാസ്റ്റ് മാരേജ് ഫോർ SC/ST കാൻഡിഡേറ്റ് എന്നുള്ള അല്ലെങ്കിൽ SC/ST പേരൻസ് ഉള്ള കേസിൽ ആ അനക്സർ എടുക്കുക, താലൂക്ക് ഓഫീസിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങുക. ഇത് വില്ലേജിൽ നിന്നാണ്, രണ്ടാമത്തെ താലൂക്കിൽ നിന്നാണ്. അപ്പോൾ ആ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന അനക്സറുകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫോമാറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ നമുക്ക് ഓൾറെഡി ഫോമാറ്റ് ഉണ്ട്, അതെടുത്ത് അതങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഏതൊക്കെയാണ് റിസർവേഷൻ എന്നും ഓൾമോസ്റ്റ് അതിന് എത്ര ശതമാനം സീറ്റ് ബാധകമാണെന്നും ആ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തത് ഒരുപാട് റിസർവേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും തന്നെ ഒരു ക്വിക്ക് ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എനിക്കൊരു വാട്സപ്പ് ഇട്ടാൽ മതി. ഇതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം റെഗുലർലി കമ്മ്യൂണിറ്റിയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബാധകമായിരിക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക, ആ ബാധകമായിരിക്കുന്നതിന് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക. ഈ റിസർവേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് മെൻഷൻ ചെയ്യണം. അതല്ലാതെ പിന്നീട് എക്സാം കഴിഞ്ഞിട്ടെന്നോ റിസൾട്ട് വന്നിട്ടെന്നോ വിചാരിച്ചാൽ ചിലപ്പോൾ ആ സമയത്ത് സമയം തന്നുകൊള്ളണമെന്നില്ല. ചില സമയങ്ങളിൽ തരാറുണ്ട്. നമ്മൾ അതേപോലെ എക്സ്പെക്ട് ചെയ്യേണ്ട. മാക്സിമം നേരത്തെ ഈ ഡോക്യുമെന്റുകൾ റെഡിയാക്കി നമ്മൾ മുമ്പ് ആദ്യ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ പർട്ടിക്കുലർ ഡേറ്റിനുള്ളിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.